നമസ്കാരം, എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് പറമ്പിൽ നിന്ന് ഇത്തിരി ചീരയെടുത്ത് ഒരു തോരൻ വെച്ചാലോ? ഞാൻ ഇന്ന് പച്ചച്ചീരയാണ് തോരൻ വെക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ പറമ്പിൽ നിന്ന് കിട്ടുന്ന ചീരയാണെങ്കിലും നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം. അതിൽ ചിലന്തിയോ അതുപോലെ മറ്റെന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വേണം അത് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളം മാറ്റിയിട്ട് തോരന് വേണ്ടി അരിഞ്ഞെടുക്കാൻ. ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന ചീരയാണെങ്കിലും വെള്ളത്തിൽ നന്നായി കഴുകണം. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ ചീര ഒന്ന് കഴുകി വെക്കും. അപ്പോൾ പിറ്റേന്നാകുമ്പോഴത്തേക്ക് അതിലെ വെള്ളമെല്ലാം ഒന്ന് മാറിക്കിട്ടും. ചിലപ്പോൾ അത് ഫ്രിഡ്ജിലായിരിക്കും വെക്കുക, കഴുകി വെള്ളം മാറി കഴിയുമ്പോൾ. അതല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഈ ചീരയുടെ തണ്ട് അതിലേക്കൊന്ന് ഇറക്കി വെക്കും. അപ്പോൾ പിറ്റേന്ന് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ആ ചീര ഇരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പിറ്റേന്ന് തന്നെ അത് അരിഞ്ഞെടുക്കുമ്പോൾ ഒട്ടും വെള്ളമയമില്ലാതെ നമുക്ക് കിട്ടും. ഇപ്പോൾ വെള്ളമയം ഉണ്ടെങ്കിൽ തോരൻ വെക്കുന്ന സമയത്ത് ചീര കുറച്ച് കുഴഞ്ഞിരിക്കും. അതുകൊണ്ടാണ് അതിൻ്റെ വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം അരിഞ്ഞെടുക്കുന്നത്. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചീരയ്ക്ക് വേണ്ട തേങ്ങ തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ കൂടുതലോ കുറവോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങയുടെ അളവെടുക്കാം. അതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ജീരകം ചേർക്കുന്നില്ല, കാരണം ഈ ഇലകളോടൊപ്പമൊക്കെ ജീരകം ചേർത്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ കയ്പ്പരസം ഉണ്ടാകും. അതുകൊണ്ട് ജീരകം ചേർക്കുന്നില്ല, പകരം വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു 3-4 കാന്താരി മുളകോ അല്ലെങ്കിൽ 1-2 പച്ചമുളകോ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട, ഇതൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ആ ചീരയ്ക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയും നമ്മളിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ചീരയും തേങ്ങയും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. പാകത്തിന് ഉപ്പ് ചേർക്കാം. അതിനുശേഷം കൈകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ തേങ്ങയും അതുപോലെ ഉപ്പുമെല്ലാം ഈ ചീരയിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ നമുക്ക് പിടിച്ചു കിട്ടും. ഇപ്പോൾ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഉപ്പും അതുപോലെ ഈ തേങ്ങയൊക്കെ ഇടുന്നതെങ്കിൽ ആ ആവി കയറി ചിലപ്പോൾ ഈ ചീരയൊക്കെ വെന്തൊന്ന് കൂടി കുഴഞ്ഞു പോകും. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഉപ്പോ അല്ലെങ്കിൽ ഈ തേങ്ങയോ എത്തണമെന്നില്ല. അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ തോരൻ വെക്കാൻ വേണ്ടി ചീര റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിച്ചെടുക്കാം. എണ്ണ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് കടുകും ഒരല്പം അരിയും കൂടി ചേർത്ത് കൊടുക്കാം. അരി കൂടി ചേർത്ത് കൊടുത്താൽ ഈ തോരൻ അധികം കുഴയാതെ കിട്ടും. അതുപോലെ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടി കിട്ടും ചീരത്തോരനൊക്കെ വെക്കുമ്പോൾ. കടുക് താളിക്കുന്ന സമയത്തും കുറച്ച് എണ്ണ മാത്രമേ നമ്മൾ ഇതിനുവേണ്ടി ഉപയോഗിക്കാവൂ. കാരണം ഇലയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകും. ഇപ്പോൾ എണ്ണ കൂടുതലാണെങ്കിൽ പോലും കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എണ്ണയും കുറച്ച് മാത്രം എടുത്താൽ മതി. ഇതെല്ലാം നന്നായി മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചീര കൂടി ചേർക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വേവിക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിക്കരുത്. ഇലകളൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് വരും. അതുകൊണ്ട് ഇല തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് വെള്ളം ഒഴിക്കരുത്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. വളരെ രുചികരമായിട്ടുള്ള ചീരത്തോരൻ തയ്യാറായി കഴിഞ്ഞു. ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ പറമ്പിലുള്ള വിഭവങ്ങളൊക്കെ തന്നെ നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ തയ്യാറാക്കി നോക്കുമല്ലോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒട്ടും ഒട്ടി പിടിച്ചിട്ടില്ല. നല്ല തരിതരിയായിട്ട് കിടക്കുന്ന ചീരത്തോരനാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ തന്നെ തയ്യാറാക്കി നോക്കൂ. അതിനുശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.